യു ബോയ്സ് ആൻഡ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വലിയൊരു പെട്ടിയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെട്ടി ഞാൻ പൊട്ടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട സാധനം കണ്ട് ഞാൻ ഞെട്ടി. നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു പെട്ടിയുടെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കണേണ്. ഇപ്പം നോക്കിയപ്പോഴാണ് കണ്ടത്. ആ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. മരിച്ചിട്ട് ഒരു വർഷമായി. അപ്പോൾ എല്ലാവരും പുള്ളിക്കാരിക്ക് വേണ്ടി ഒരു 2 സെക്കൻഡ് സൈലൻ്റായിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ആ ഒരു പെട്ടിയാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പെട്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ ഒരു പെട്ടി അൺബോക്സ് ചെയ്യാം. കാണിച്ചു തരാം. ഇതാണ് ആ കാണുന്ന പെട്ടി. വലിയൊരു സൂക്കേസിലാണ് സാധനം വന്നത്. എങ്ങനെയുണ്ട്, എന്തായിരിക്കും എന്ന് ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യും. ഞാൻ എന്താണ് സംഭവം എന്നുള്ള കാര്യമൊന്നും കാണിച്ച് തമ്മിലോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. പകരം നിങ്ങൾ ഗസ് ചെയ്യും. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, വാട്ട് എ സ്മെൽ. കൊള്ളാം, നല്ല മണമുണ്ട്. തുറക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു സ്മെല്ല് നമ്മളുടെ മൂക്കിലേക്ക് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കയറുന്നു. അപ്പോൾ ഇതാണ് സാധനം. ആരെങ്കിലും ഗസ് ചെയ്തായിരുന്നോ? എനിക്കറിയാം, ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ബ്ലേഡി പ്ലാസ്റ്റിക്. ഇതാണ് സാധനം. ഇതാണ് നമ്മളുടെ പുതിയ മെറ്റീരിയൽ, അതായത് വർക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയാം. ഇതിൻ്റെ ബാക്കിയാണ് ഈ കോലി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ നാളെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3-4 വർഷം കൊണ്ട് ഇതുവരെയായിട്ട് എനിക്കും എൻ്റെ ചാനലും യാതൊരു വളർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു ചാനലിന് വേണ്ടിയിട്ട്, ഒരു വളർച്ചയില്ലാത്ത ചാനലിന് വേണ്ടിയിട്ട്, ഒരു വളർച്ചയില്ലാത്ത ഞാൻ ഒരു അപ്ഗ്രേഡേഷന് തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു തുടക്കമാണ് ഈ ഒരു ലൈറ്റ്. ഇത് ഒട്ടുമിക്ക കണ്ടൻറ് ക്രിയേറ്റേഴ്സും മേടിച്ചിട്ടുള്ള ഒരു ലൈറ്റാണ്. ഞാനും മേടിച്ചു, മനസ്സിലായ. ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഞാനൊരു ക്രിയേറ്റർ അല്ലെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഞാനൊരു ക്രിയേറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വന്നത് ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ ഈ ഒരു ലൈറ്റിൻ്റെ സ്റ്റാൻഡും. സിമ്പിളാണ് കേട്ടോ ഇതിൻ്റെ സെറ്റിങ്സ്. ഇതിവിടെ ചുമ്മാ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഈ ലൈറ്റിൻ്റെ സ്റ്റാൻഡും അതുപോലെ തന്നെ ഫോൺ വെക്കാനുള്ള ഈ ഒരു ഹോൾഡറും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ തിരിക്കാം, പിന്നെ മറിയാം, അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അൺബോക്സിങ് വീഡിയോയാണ്, റിവ്യൂ വീഡിയോ അല്ല. എന്നാലും ഞാൻ റിവ്യൂ ചെയ്യും. ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു വീഡിയോ. നല്ല സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ ഈ സാധനത്തിനുണ്ടല്ലോ, ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചു. അതുപോലെ തന്നെ നമുക്കിത് 2 ബാറ്ററി, 2 സൈഡിലെ 2 ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വർക്ക് ചെയ്യും. കറണ്ട്ലെസ് ആണ്. വയർലെസ് ആയിട്ട് നമുക്കിത് കൊണ്ടു നടക്കാം, വയേർഡായിട്ടും കൊണ്ടു നടക്കാം. പിന്നെ ഇതിന് തന്നെ പ്ലഗ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് പ്ലഗ്ഗാണ്. USB കാര്യങ്ങളോ ഒന്നുമല്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫോൺ ഇവിടെ ഹോൾഡർ, ഓക്കെ, ഇവിടെയാണ് ഫോൺ ഹോൾഡർ വരുന്നത്, കാണിച്ചു തന്നില്ല. അപ്പോൾ അത് ആ ഒരു ഫോണിൻ്റെ ചാർജ് തീരുവാണെങ്കിൽ നമ്മൾ വയർലെസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും, അതുപോലെ തന്നെ കറണ്ട് ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു സംഭവം കൊണ്ടിട്ട്. അപ്പോൾ 2 USB, സാധാരണ USB ടൈപ്പ്. ഇത് കുത്തി കഴിഞ്ഞിട്ട് ഇത് പവർ ഓൺ ആക്കണ സ്വിച്ച് ഇവിടെയാണ്. അതുകൂടാണ്ട് 2 സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ കണ്ട 2 സംഭവങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ ഇത് മൈക്ക് ഹോൾഡ് ചെയ്യാനായിട്ട്, നല്ല മൈക്കുകളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മൈക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഹോൾഡർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മൈക്കിൻ്റെ റിസീവർ ഹോൾഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും സാധാരണ നമുക്ക് ഈ ഒരു സാധനം തിരിച്ച് കയറ്റാനായിട്ടുള്ള ഒരു ഹോൾഡറും ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് ഇവിടെ മൈക്ക് വെക്കണമെങ്കിൽ ഇവിടെ മൈക്ക് വെക്കണം. അങ്ങനത്തെ കുറേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വട്ടം അല്ലേ, നല്ല രീതിക്ക് ഒരു വെളിച്ചം. കൊള്ളാം. എങ്ങനെയുണ്ട്? നമുക്കിനി ഇതിൻ്റെ വെട്ടം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ 2 സാധനം എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പവർ ഔട്ട്പുട്ട് വരുന്നത്. കേബിൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ മൂട്ടിൽ കുത്തുക, കണ്ടോ? എൻ്റെ മൂട്ടിലേക്ക് അങ്ങോട്ട് കുത്തി, എന്നിട്ട് കൈ പിടിക്കണ ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് കേട്ടോ ഇത് കഴുത്തിലിട്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലഗ് കൊണ്ടുപോയിട്ട് സോക്കറ്റിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് എന്തുണ്ടാവും, ലൈറ്റ് കത്തും, അല്ലാണ്ട് വേറെ എന്താ. ഞാൻ ഇതൊന്ന് കുത്തിയിട്ട് വരട്ടെ, അവിടെ നോട്ടാം. ഓക്കെ, സംഭവം ഓൺ ചെയ്തിട്ടുണ്ട്. കഴുത്തിൽ വെച്ച് തന്നെ ഓൺ ചെയ്യട്ടെ, എന്തുമാത്രം പ്രകാശം ഉണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ കണ്ണിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വെളിച്ചമാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, സ്വിച്ച് കാണാനല്ലോ. കിട്ടി. നോക്കിക്കോ.
ആ എങ്ങനെയുണ്ട്, പൊളി വെട്ടമല്ലേ? അപ്പോൾ ഇതാണ് വെട്ടം. ഈ രണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓ ഓക്കെ, ഇതൊരെണ്ണം. ഇതെന്ത് പണ്ടായിരുന്നു? മഞ്ഞ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ എടുത്ത് വെക്കാം കേട്ടോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, കറണ്ടിൻ്റെ കാര്യമല്ലേ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് സംഭവം താഴത്തേക്ക് ഇറക്കുന്നു. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് വർക്ക് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. പ്ലാസ്റ്റിക്. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് ഇത് ഓഫ് ചെയ്യാം. അതങ്ങോട്ട് ഓഫ് ചെയ്തപ്പോഴത്തേക്ക് കണ്ണിൻ്റെ വെട്ടം കുറഞ്ഞതുപോലത്തെ ഒരു ഫീൽ. ഇത്ര നേരം ലൈറ്റിൻ്റെ അടിയിൽ നിന്നുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഫുള്ള്, ഈ ഒരു റിംഗ് ലൈറ്റ് ഫുള്ള് വരുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമിലാണ്. അതിൻ്റെ ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിമിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് വരുന്നത്. പിന്നെന്താ, നമുക്ക് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ഇവിടെ ഒരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. അത് പിടിച്ച് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തേക്ക് വെക്കാം, പൊക്കത്തേക്ക് വെക്കാം, എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ഭയങ്കര ബേസ് ആയിട്ടുള്ളൊരു ലൈറ്റാണ്. ഇതിൻ്റെ ആവശ്യം ഇപ്പം എനിക്ക് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഉണ്ട്, ഇല്ല, 2 തരത്തിൽ നമുക്ക് പറയാം. ഉണ്ടെന്നില്ലെന്നും പറയാം. പക്ഷേ ഇത് ഭാവിയിലേക്ക് എനിക്ക് ആവശ്യം വരും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ലൈറ്റ് എടുത്ത് എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ മുഖത്ത് വരുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞോ. കാണാൻ കൊള്ളാമോ? അതുപോലെ തന്നെ ഇത് നമുക്ക് കുറച്ചിട്ട് ഇത് നമുക്ക് മഞ്ഞയാക്കിയിട്ട് ഇത് കൂട്ടിയിടാം. ഈ വാം ലൈറ്റ് കൊള്ളാല്ലേ നമുക്ക്? വാം ലൈറ്റ് അടിപൊളിയായിട്ടില്ലേ? വാം ലൈറ്റിൽ എന്തോ തന്നെ കാണാൻ പ്രത്യേക ഭംഗി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ബാഗിലാണ് ഈ ഒരു സാധനം വന്നത്. ഇതിൻ്റെ കൂടെ കിട്ടിയത് ഈ ഒരു 2 സാധനങ്ങളാണ്. 3 സാധനങ്ങൾ, വയറും കൂടി കൂട്ടണ്ടേ. വയറും കിട്ടി, സ്റ്റാൻഡും കിട്ടി, അതുപോലെ തന്നെ റിംഗ് ലൈറ്റും കിട്ടി, പിന്നെ ഇതും കിട്ടി. പിന്നെ ഒരു സൂക്കേസ് കിട്ടി. ഇത് അത്യാവശ്യം നല്ല സൂക്കേസാണ്, കൊള്ളാം. ഇതിങ്ങനെ കൈ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാനൊക്കെ പൊളി സാധനമാണത്. ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാം. നമുക്കിങ്ങനെ ഒരു കാര്യമില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാം. പിന്നെ സിപ്പൊക്കെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ തുറക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ലൈറ്റ് ടൈറ്റായിട്ടിരിക്കാനായിട്ടുള്ള ഒരു ബെൽറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഗുഡ് ജോബ്. അപ്പോൾ ഞാനിത് മേടിച്ചത് ഡിജിടെക് കമ്പനിയുടെയാണ്. നിങ്ങളൊരു നല്ലൊരു കോണ്ടൻറ്റ് ക്രിയേഷനൊക്കെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഓഫ് ചെയ്തോട്ടെ. ഇപ്പോൾ പറയാൻ വന്നതെന്താ, നിങ്ങളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കോണ്ടൻറ്റ് ക്രിയേഷൻ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എൻട്രി ലെവൽ ലൈറ്റാണ് ഇപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇത് മേടിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേറ്റ് നിങ്ങൾ കമൻറ്റായിട്ടും കൂടി ഇടുവാണെങ്കിൽ എനിക്ക് കൂടുതൽ പ്രചോദനമായിരിക്കും ഇവിടെ നിന്ന് ചെയ്യാൻ. അതുപോലെ തന്നെ ഇവിടെ ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും എനിക്ക്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായിട്ട് ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. നാളെ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നതുവരേക്കും സീ യു, ബൈ.